إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുമ്പിലെ സഫുകളിൽ വിടവ് തീർത്ത് പിന്നിലിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശാരീരികമായി പ്രയാസമില്ലാത്തവർ അവർക്ക് മുമ്പിൽ വന്നിരിക്കാവുന്നതാണ്. ബറക്കല്ലാഹു ഫീക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിലെ 92-ാമത്തെ ആയത്തിലൂടെ ഒരു സ്ത്രീയുടെ ഉപമ പറഞ്ഞുകൊണ്ട് അതുപോലെ നമ്മളാകരുത് എന്ന് നമ്മെ വിലക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ശക്തമായി കയർ പിരിച്ചുണ്ടാക്കി നൂൽനൂറ്റ് അത് പൂർത്തിയായതിനു ശേഷം അതിൻ്റെ പിരികളെ ഓരോന്നായി ഉടച്ചു കളയുന്ന, എടുത്ത പണി വൃഥാവിലാക്കി കളയുന്ന ഒരുവളെപ്പോലെ, ഒരു ഭ്രാന്തിയായ സ്ത്രീയെപ്പോലെ നിങ്ങളാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. പരിശുദ്ധ റമളാനിലെ ഒരു മാസക്കാലത്തെ നമ്മുടെ നോമ്പും നിസ്കാരവും ഇബാദത്തുകളുമെല്ലാം ഇപ്രകാരമായിരുന്നു. ഓരോ ഇഴയായി കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ത്യാഗം ചെലവഴിച്ച് സമയം ഉപയോഗപ്പെടുത്തി നമ്മൾ പിരിച്ചുണ്ടാക്കിയ ബലവത്തായ കയർ, ഈമാനിൻ്റെയും തഖ്വയുടെയും നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളുടെയും എല്ലാം ബലവത്തായ പാശം, അത് റമളാൻ കഴിഞ്ഞു, ഇതാ നമ്മൾ ഈദ് ആഘോഷിക്കുകയാണ്. ഈദിൻ്റെ ആലസ്യത്തിൽ, അല്ലെങ്കിൽ ഈദിൻ്റെ ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ പലരും പെരുന്നാൾ ദിവസം തന്നെ റമളാനിലെ ഈ ശക്തമായ കയറുകളുടെ പിരികൾ ഉടച്ചു കളയുകയാണ്, ആഘോഷത്തിൻ്റെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും പേരിൽ. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയാകരുത്. റമളാൻ അതിനുവേണ്ടിയായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു വ ഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കുറച്ചാണെങ്കിലും നിലനിർത്തുന്ന പ്രവർത്തനങ്ങളാണ്. നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, അത് കുറച്ചാണെങ്കിലും ശരി, മരിക്കുവോളം നമ്മുടെ ജീവിതത്തിൽ അത് നിലനിൽക്കുന്നു. അതിനുള്ള സമ്പാദ്യവും അതുപോലെ തന്നെ ആവേശവും ഊർജവുമെല്ലാമായിരുന്നു റമളാൻ. റമളാനിൽ നമ്മൾ നേടിയെടുത്ത സൽക്കർമ്മങ്ങൾ അത് കുറച്ചാണെങ്കിലും മരണം വരെ, അതല്ലെങ്കിൽ അടുത്ത റമളാൻ വരുന്നത് വരെ നമ്മൾ നിലനിർത്തണം. അതിലാണ് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് ഉറപ്പായിട്ടുള്ള അനിഷേധ്യമായിട്ടുള്ള മരണമെത്തുവോളം നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. മുസ്ലിമിന്റെ ഇബാദത്ത് സീസണുകളിൽ പരിമിതമല്ല. കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, നീ റമളാനിയാകരുത്, നീ റമളാൻ സ്പെഷ്യലിസ്റ്റ് ആകരുത്, മറിച്ച് സർവമാസങ്ങളിലും സർവവർഷങ്ങളിലും സർവ്വ ദിവസങ്ങളിലും സർവ്വരാത്രികളിലും
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അവനെ ഭയക്കുന്ന, അവനെ അനുസരിച്ച് ജീവിക്കുന്ന റബ്ബാനിയായി നീ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എല്ലാ മാസത്തിലെയും റബ്ബ് അവൻ തന്നെയാണ്. റമളാനിലെയും ശവ്വാലിലെയും സർവ്വവർഷങ്ങളിലെയും സർവ്വമാസങ്ങളിലെയും രാപ്പകലുകളെയും റബ്ബ് അവനാണ്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ മൻ കാന യഅ്ബുദു റമളാൻ ഫഇന്ന റമളാൻ ഖദ് ഇൻഖളാ. ആരാണോ റമളാനിനെ ആരാധിച്ചത്, റമളാനിനെ പ്രത്യേകമായി ആരാധനാഭാവം കൊണ്ട് സ്വീകരിച്ചത്, അതാ റമളാൻ കഴിഞ്ഞുപോയി, റമളാൻ അവസാനിച്ചു. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിനെ ആരാധിക്കുന്നവൻ, ആ റബ്ബിന്നും ജീവിച്ചിരിക്കുന്നു. അവനൊരിക്കലും മരിക്കുന്നില്ല. അവൻ എല്ലാ മാസത്തിലെയും റബ്ബാണ്. റമളാനിലെ റബ്ബ് തന്നെയാണ് ശവ്വാലിലെയും ശേഷമുള്ള മറ്റു മാസങ്ങളിലെയും വർഷങ്ങളിലെയും റബ്ബ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, അത്യുദാരനായ മഹാനായ റബ്ബിന്റെ മുഖം അവശേഷിക്കും, അവൻ എന്നെന്നും ജീവിച്ചിരിക്കും. അതുകൊണ്ട് ആ റബ്ബിനെ എല്ലാ മാസവും എല്ലാ വർഷവും ഇബാദത്ത് ചെയ്യുന്ന, അവനെ അനുസരിച്ച് ജീവിക്കുന്നവനായി നമ്മൾ മാറുക. റമളാൻ നമുക്ക് നൽകുന്ന വലിയ പാഠമതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ദീനുൽ ഇസ്തിഖാമത്തിന്റെ ദീനാണ്. കൺസിസ്റ്റൻസി നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്ന ദീനാണ്. എപ്പോഴെങ്കിലും ഒരു ആവേശത്തിന് ആരംഭശൂരത്വം കാണിച്ച് എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന കേവലം അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ അല്ല നമ്മുടെ ദീൻ. ഇത് ആകാശലോകത്ത് നിന്ന് വഹിയായി ഇറങ്ങിയ ദീനാണ്. മരിക്കുവോളം നമ്മൾ ഇതിലായി ജീവിച്ച് അതിലായി മരിക്കേണ്ട ദീനാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് കാട്ടിക്കൂട്ടി പിന്നെ അത് ചീട്ടുകൊട്ടാരം പോലെ പൊട്ടിത്തകർന്ന് ഉപേക്ഷിക്കുന്ന ദീനല്ല നമ്മുടെ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫസ്തഖിം കമാ ഉമിർത്, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ റസൂലേ താങ്കൾ ദീനിൽ നിരന്തരമായി അധ്വാനിക്കുക. ചായാതെ ചെറിയാതെ ഇളകാതെ ചാഞ്ചല്യമില്ലാതെ ദീനിൽ സ്ഥിരതയോടെ സഞ്ചരിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തോടടുത്തപ്പോൾ മറ്റൊരു സ്വഹാബിയായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. മരണശയ്യയിൽ അദ്ദേഹത്തിന്റെ ശിരസിനടുക്കൽ വന്നിരുന്നു. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഔസിനി, താങ്കൾ എനിക്ക് വസിയത്ത് നൽകിയാൽ, അന്തിമ വസിയത്തായി എന്തെങ്കിലും പ്രത്യേകമായ ഉപദേശങ്ങൾ കൈമാറാനുണ്ടെങ്കിൽ എനിക്ക് തന്നാലും. ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലം യഅതികൽ യഖീൻ, ഇബ്നു മസ്ഊദ്, താങ്കൾക്ക് ഈ ദീനിൽ ഉറപ്പ് കൈവന്നിട്ടില്ലേ? ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് സത്യമാണ്, ഇത് മാത്രമാണ് സത്യം, ഇതാണ് ഇഹപര രക്ഷയ്ക്കും വിജയത്തിനുമുള്ള അടിസ്ഥാനം എന്ന ഉറപ്പ് താങ്കൾ കൈവരിച്ചിട്ടില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല വഇസ്സതി റബ്ബി, എന്റെ റബ്ബിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, ഈ ദീനാണ് സത്യം, ഇതാണ് ഇഹപര വിജയത്തിനുള്ള മന്ത്രം, ഇതാണ് അതിനുള്ള ഒരേ ഒരു മാർഗമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഫഖാല ലഹു ഹുദൈഫ റളിയല്ലാഹു അൻഹു, അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു, ഫഇയ്യാക വത്തലവ്വുൻ ഫഇന്ന ദീനല്ലാഹി വാഹിദ്. നീ നിറം മാറുന്നത് ശ്രദ്ധിക്കണം. നിന്റെ അവസ്ഥ, ദീനിലെ അവസ്ഥ, ഒരു സമയത്തൊരവസ്ഥ ശക്തമായ ഈമാനിന്റെ പാരമ്യതയിൽ, പിന്നെ ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥ, അങ്ങനെ നിറം മാറുന്ന, റമളാനിൽ പ്രത്യേകമായ ഇബാദത്തുകളോട് താല്പര്യം, റമളാൻ കഴിഞ്ഞ് പെരുന്നാളോടുകൂടി അതെല്ലാം ശൂന്യതയിലേക്ക് പോകുന്ന അവസ്ഥ. ദീനിലെ അടിസ്ഥാന കാര്യങ്ങൾ, നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് നിർവാഹമില്ല. നിർബന്ധമായ അല്ലാഹു ദീനിൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒരു കാലത്തും ഒഴിവാക്കാൻ നമുക്ക് നിർവാഹമില്ല. പലിശയും ഏഷണയും പരദൂഷണവും മോഷണവും വ്യഭിചാരവും സംഗീതവും സിനിമയും എക്കാലത്തും നമുക്ക് ഹറാമാണ്. റമളാനിന് മാത്രമല്ല അത് ഹറാമായ ബാധകമാകുന്നത്. റമളാനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒഴിച്ചു നിർത്താൻ പറഞ്ഞ ഭക്ഷണ പാനീയങ്ങൾ നിത്യജീവിതത്തിലെ നിത്യശീലമായിരുന്നിട്ട് വരെ, നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള അടിസ്ഥാനമായിരുന്നിട്ട് വരെ അള്ളാഹുവിനെ പേടിച്ച് നമ്മളത് ഒഴിവാക്കിയെങ്കിൽ സർവ്വവർഷങ്ങളിലും സർവ്വമാസങ്ങളിലും സർവ്വ ദിവസങ്ങളിലും സർവ്വരാത്രികളിലും നമുക്ക് ഹറാമാക്കിയ ഹറാമുകൾ നമ്മളത് ഒഴിച്ചു നിർത്തണം. അതുകൊണ്ട് നീ നിറം മാറുന്ന അവസ്ഥ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീൻ അതൊരേ ഒരു ദീനാണ്, അതിന് നിറം മാറ്റം സംഭവിക്കുകയില്ല. ആ ദീനിൽ സ്ഥിരതയോടെ നീ നിലകൊള്ളണം.
എന്ന് മഹാനായ സഹാബിയെ മറ്റൊരു മഹാനായ സഹാബി മരണശയ്യയിൽ ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹനീയമായ ദീനിന്റെ സുന്ദരമായ മനോഹരമായ അധ്യാപനങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അവൻ വിലക്കിയ ഹറാമുകൾ, അവൻ വിലക്കിയ കാര്യങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമായി റമളാനിലെ പോലെ എല്ലാ വർഷവും എല്ലാ മാസവും അള്ളാഹുവിനെ പേടിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിന്റെ അടിമയായി മരിക്കുവോളം ജീവിക്കാനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മുൻഗാമികളിൽപ്പെട്ട ഒരടിമ സ്ത്രീ, അവരെ പുതിയൊരു യജമാനൻ വാങ്ങുകയുണ്ടായി. വീട്ടിൽ പണിയെടുക്കാൻ, ജോലി ചെയ്യാൻ അവരുടെ പഴയ യജമാനൻ പുതിയൊരു ഉടമസ്ഥന് അവരെ കൈമാറി. അങ്ങനെ പുതിയ വീട്ടിൽ പുതിയ യജമാനന്റെ കീഴിൽ അവർ ആദ്യത്തെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവരെഴുന്നേറ്റു. പതിര കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് ആ വീട്ടുകാരെ വിളിക്കുകയാണ്, യാ അഹ്ലൽ ബൈത്ത് അസ്സലാ അസ്സലാ, വീട്ടുകാരെ നിങ്ങൾ എഴുന്നേൽക്കൂ, നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞവർ വീട്ടുകാരുണർത്തുകയാണ്. ഈ അടിമ സ്ത്രീയുടെ ശബ്ദം കേട്ടപ്പോൾ വീട്ടുകാർ ചോദിച്ചു, അത്തല അൽ ഫജ്ർ, പ്രഭാതമുദിച്ചോ, സുബഹിയായോ, സുബഹിക്ക് സമയമായോ എന്നവർ ചോദിച്ചു. ആ സ്ത്രീ മറുപടി പറഞ്ഞു, അൻതും ലാ തുസല്ലൂന ഇല്ലൽ മക്തൂബ, നിങ്ങൾ ഫർളല്ലാത്ത മറ്റൊന്നും നിസ്കരിക്കാറില്ലേ? ഫർളല്ലാത്ത മറ്റൊരു നിസ്കാരം നിങ്ങൾക്ക് പരിചയമില്ലേ എന്ന് ആ സ്ത്രീ ചോദിച്ചു. മുൻഗാമികൾപ്പെട്ട ശ്രേഷ്ഠവതിയായ അടിമ സ്ത്രീ. എന്നിട്ട് അവർ അവരുടെ പഴയ യജമാനനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ബിഅ്തനി ഇലാ ഖൗമിൻ ലാ യുസല്ലൂന ഇല്ലൽ മക്തൂബ, ഫർളല്ലാത്ത മറ്റൊരു നിസ്കാരം നിസ്കരിക്കാത്ത ഒരു ഖൗമിന്റെ അടുക്കിലേക്കാണോ നിങ്ങൾ എന്നെ വിറ്റു പറഞ്ഞയച്ചത്? യാ സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കാരത്തെ പറ്റിയാണ് ഈ പറയുന്നത്, രാത്രി നിസ്കാരത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ഇന്ന് സുബഹി നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ഫർളായ നിസ്കാരങ്ങളുടെ അവസ്ഥ എന്താ? വീട്ടിലെ സേവകർ പോയിട്ട്, വീട്ടിലെ സർവന്റ് പോയിട്ട്, വീട്ടുകാരുടെ അവസ്ഥ എന്താണ്? സ്വന്തം മക്കളും ഭാര്യയും താൻ ചെലവിന് കൊടുക്കുന്നവരും ഫർള് നിസ്കരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കുടുംബനാഥന്മാർ എത്രയുണ്ട്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ ഉപദേശിക്കുന്ന, നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന മഹാന്മാരായ അമ്പിയാക്കളുടെ ആശങ്ക അതായിരുന്നു. അവരെ പ്രധാനപ്പെട്ട ദുആകളൊരു ദുആ അതായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആണ്, റബ്ബി ഇജ്അൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവർ, എങ്ങനെയെങ്കിലും നിസ്കരിക്കുന്നവരെന്നല്ല, നിസ്കാരം കൃത്യമായി കണിശമായി ജീവസുറ്റ നിസ്കാരമായി ഭയഭക്തിയോടെ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരായി എന്നെയും എൻ്റെ സന്താന പരമ്പരകളെ നീ മാറ്റണേ. ഇസ്ഹാഖും ഇസ്മായിലും അലൈഹിമസ്സലാം അമ്പിയാക്കൾ അണിനിരക്കുന്ന സന്താന പരമ്പരയ്ക്ക് വേണ്ടി അമ്പിയാക്കളുടെ പിതാവ് അബുൽ ഹുനഫ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ ദീനിന്റെ വിഷയം, അവരുടെ ഇബാദത്തുകളുടെ വിഷയം, നമ്മുടെ കുടുംബത്തിന്റെ വിഷയം, നിസ്കാരത്തിന്റെ വിഷയം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. റമളാൻ ആ ശ്രദ്ധയുടെ പാഠങ്ങൾ ഒരുപാട് നമുക്ക് ഓതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരം അവസാനിച്ചിട്ടില്ല. ഫർള് നിസ്കാരങ്ങൾക്ക് ഒരു കാലത്തും അവസാനമില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ, രാത്രി നിസ്കാരം അവസാനിച്ചിട്ടില്ല. വിത്ർ അവസാനിച്ചിട്ട് റമളാനിൽ എല്ലാ രാത്രിയും 11 കുറയാതെ നമ്മൾ നിസ്കരിച്ചു ഇല്ലേ? തറാവീഹ് നിസ്കാരം അവസാനത്തെ 10 അതിലേറെ തറാവീഹും ഖിയാമുൽ ലൈലും ഒക്കെ നിസ്കരിച്ചുകൊണ്ട് ധാരാളമായി നിസ്കാരം വർദ്ധിപ്പിച്ചു. രാത്രിയിൽ ഇത്ര റക്അത്തുകൾ റമളാനിൽ ഒരു മാസക്കാലം നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് നമ്മൾ നിലനിർത്തിയെങ്കിൽ, നോമ്പില്ലാത്ത കാലഘട്ടത്തിൽ ഒരു രാത്രി ഒരു 3 റക്അത്ത് വിത്റെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് എന്ത് തടസ്സമാണ്? അതുകൊണ്ട് വിത്ർ അവസാനിച്ചിട്ടില്ല, ഖിയാമുൽ ലൈൽ അവസാനിച്ചിട്ടില്ല. ഒരു 3 റക്അത്ത് വിത്റെങ്കിലും, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇശാന്റെ സുന്നത്ത് കഴിഞ്ഞ് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിച്ച് വിത്ർ നിലനിർത്തുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം അവസാനിച്ചിട്ടില്ല. റമളാനിൽ ഓരോ ദിവസവും ഒരു ജുസെങ്കിലും നമ്മൾ ഖുർആൻ ഓതി, ഒന്നിലേറെ ഖത്തം ഓതി തീർത്തവരുണ്ട്.
റമദാൻ അല്ലാത്തപ്പോൾ ഒരു പേജെങ്കിലും ഓതാൻ നമുക്ക് എത്ര സമയം വേണം? ഒരു പേജെങ്കിലും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ചാണെങ്കിലും റമദാനിൽ നേടിയെടുത്ത ഇബാദത്തുകൾ കുറച്ചാണെങ്കിലും അല്പമാണെങ്കിലും മരിക്കുവോളം ദിവസവും നിലനിർത്തുന്ന കർമ്മങ്ങളായി കൊണ്ടുപോകുക. അതാണ് റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും സന്ദേശവും സമ്പാദ്യവും. അത് തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് മുതൽക്കൂട്ടാവുന്നതും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ പാരായണം ഒരു പേജെങ്കിലും ദിവസവും ഓതി നമ്മൾ നിലനിർത്തുക. അതുപോലെ തന്നെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, നോമ്പ് റമദാനിൽ ഒരു മാസക്കാലം, ഈ കൊടും വേനലിൽ നമ്മൾ ഒരു മാസക്കാലം തുടർച്ചയായി നോമ്പെടുത്തു. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ മാസത്തിലൊരു 3 നോമ്പെങ്കിലും, മാസത്തിലൊരു 3 സുന്നത്ത് നോമ്പെങ്കിലും നമുക്ക് എടുത്തൂടെ? തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. ഒരു 3 നോമ്പെങ്കിലും ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് അവസാനമില്ല. ഇബാദത്തുകളിൽ നിന്ന് ഇബാദത്തുകളിലേക്ക്, നന്മകളിൽ നിന്ന് നന്മകളിലേക്ക്, സുഹൃതങ്ങളിൽ നിന്ന് സുഹൃതങ്ങളിലേക്ക് മരിക്കുവോളം സഞ്ചരിക്കലാണ് ഒരു മുസ്ലിമിന്റെ ദൗത്യം. അള്ളാഹുവിന് വേണ്ടി അവൻ സർവസ്വവും സമർപ്പിക്കലാണ് അവന്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് ശവ്വാലിലെ 6 നോമ്പ് നമ്മൾ മറക്കരുത്. നോമ്പിന് ശേഷം, ഫർലായ നോമ്പിന് ശേഷം അതിലെ കുറവുകൾ പരിഹരിക്കാവുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളെ പോലെയാണ് ശവ്വാലിലെ 6 നോമ്പ്. റമദാനിൽ നമ്മൾ ഫർലായ നോമ്പെടുത്തു, അതിനെ തുടർന്നുള്ള ശവ്വാലിൽ 6 നോമ്പ്. ആരും വിട്ടുകളയരുത്. ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ്. റമദാനിൽ നമ്മൾ 30 നോമ്പെടുത്തു, ഇല്ലേ? ഈ 30 നോമ്പിന് അള്ളാഹു പ്രതിഫലം നിശ്ചയിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു നോമ്പിന് 10 ഇരട്ടി പ്രതിഫലമാണ്. 30 × 10 300 ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ നേടിക്കഴിഞ്ഞു ഇൻഷാ അള്ളാഹ്. ഇനി 6 നോമ്പ് കൂടി നമ്മൾ എടുത്താൽ 6 നോമ്പിന് ഇതുപോലെ 10 ഇരട്ടി പ്രതിഫലം ലഭിച്ചാൽ 60 നോമ്പിന്റെ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമാണ്. 360 ദിവസം, ഏകദേശം ഒരു വർഷക്കാലം മുഴുവൻ നോമ്പുകാരായതിന്റെ പ്രതിഫലമാണ് ശവ്വാലിൽ 6 നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ശവ്വാലിൽ 6 നോമ്പ് തുടർച്ചയായി എടുക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല, ശവ്വാലിൽ 6 നോമ്പിന്റെ നിയത്തിൽ ഇടവിട്ട് ശവ്വാൽ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് എപ്പോൾ എടുത്തു തീർത്താലും ഈ പ്രതിഫലം ലഭിക്കും. 6 നോമ്പ് എടുക്കുമ്പോൾ അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണെങ്കിൽ ഒപ്പം തിങ്കളാഴ്ച നോമ്പിന്റെയും വ്യാഴാഴ്ച നോമ്പിന്റെയും കൂടെ നിയത്ത് വെക്കാം. മാസത്തിലെ 13, 14, 15 അറബി മാസത്തിൽ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളാണെങ്കിൽ ആ ദിവസത്തിലെ കൂടെ നിയത്ത് വെക്കാം. ഒരൊറ്റ നോമ്പിൽ 2 നിയത്തുകൾ സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെല്ലാം പ്രതിഫലം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വിത്ർ നിസ്കാരം അവസാനിച്ചിട്ടില്ല, നോമ്പ് അവസാനിച്ചിട്ടില്ല. ളുഹാ നിസ്കാരം സാധിക്കുന്നവർ ളുഹാ നിസ്കാരം ഒരു 2 റക്അത്തെങ്കിലും നിർവഹിച്ചുകൊണ്ട് അത് നിർവഹിക്കുക, നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നന്മകൾ അവസാനിക്കുന്നില്ല. മഹാനായ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന, റമദാനിൽ മാത്രം ഇബാദത്തിന് തൽപരരാകുന്ന ഒരു വിഭാഗം, അവരെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ബിഇസൽ ഖൗം ലാ യഅരിഫൂന ലില്ലാഹി ഹഖ്ഖൻ ഇല്ലാ ഫി റമദാൻ. എത്ര മോശമായ വർഗമാണ് അവർ. റമദാനിൽ മാത്രം അള്ളാഹുവിനുള്ള ഹക്ക് തിരിച്ചറിഞ്ഞ എത്ര മോശപ്പെട്ടവരാണവർ. റമദാനിൽ മാത്രമേ അവർക്ക് അള്ളാഹിനെ അറിയുള്ളൂ, റമദാനിൽ മാത്രമേ അവർക്ക് പള്ളിയുള്ളൂ, റമദാനിൽ മാത്രമേ അവർക്ക് ഖുർആനുള്ളൂ, നിസ്കാരമുള്ളൂ, ഇബാദത്തുകളുള്ളൂ. എത്ര മോശമാണ്, എത്ര നിലവാരം കുറഞ്ഞ അവസ്ഥയാണത്. ജീവിച്ചിരിക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത റബ്ബെന്നുമുണ്ട്. അവനോടുള്ള ബാധ്യതകൾ എന്നുമുണ്ട്, മരിക്കുവോളമുണ്ട്. അത് തിരിച്ചറിയാത്ത റമദാനിൽ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാനികളായി മാറുന്നവർ എത്ര മോശപ്പെട്ടവരാണ്. അതെത്ര കാപട്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, നീ നോമ്പെടുക്കുക, സുമിദ് ദുനിയ, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തുടനോളം നീ നോമ്പുകാരനാകുക. വജ്അൽ ഫിത്രകൽ മൗത്ത്, നിന്റെ നോമ്പുകാലത്തിന്റെ അവസാനം നിന്റെ മരണമാക്കുക. മരിക്കുവോളം നീ നോമ്പുകാലത്ത് ജീവിച്ചതുപോലെ ജീവിക്കുക. അതാണ് നിന്റെ ദൗത്യം. അദ്ദുനിയ കുല്ലഹാ ശഹ്റു സിയാമിൽ മുത്തഖീൻ യസൂമൂന ഫീഹി അനി ശഹവാത്തിൽ മുഹറമാത്ത്. ദുനിയാവ് മുഴുവൻ മുത്തഖീങ്ങൾക്ക് റമദാൻ മാസക്കാലം പോലെയാണ്. അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് ദുനിയാവിൽ ജീവിക്കുന്ന കാലം മുഴുവൻ റമദാനിൽ അള്ളാഹിനെ പേടിച്ച് ജീവിച്ചതുപോലെയാണ്, നോമ്പിന്റെ മാസം പോലെയാണ്. അവർ മരിക്കുവോളം, ദുനിയാവിൽ ജീവിക്കുവോളം തങ്ങളുടെ ദേഹേച്ഛകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും നോമ്പ് നോൽക്കുന്നവരാണ്. ഇങ്ങനെയുള്ള നോമ്പുകാരാവണം നമ്മൾ. ശരീരത്തിനു മാത്രമല്ല, കണ്ണിനും കാതിനും വാക്കിനും പ്രവൃത്തിക്കും ചിന്തകൾക്കും മനോവ്യാപാരങ്ങൾക്കും നോമ്പുണ്ടാകണം. മരണം വന്നാൽ അത് ഫഖദിൻ ഖളാ ശഹ്റ സിയാമിഹിം, അവരുടെ ദേഹേച്ഛകളിൽ നിന്നും ഹറാമുകളിൽ നിന്നുള്ള നോമ്പുകാലത്തിന് തിരശീല വീഴുകയായി, വിരാമം കുറിക്കുകയായി.
വസ്തഹല്ലു ഈദ ഫിത്രിഹിം. അങ്ങനെ സന്തോഷത്തോടെ തങ്ങളുടെ റബ്ബിങ്കലേക്ക് അവനെ കണ്ടുമുട്ടാൻ അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന യഥാർത്ഥ ഈദിന്റെ ദിവസത്തിലേക്ക് അവർ യാത്രയാകുകയായി. ഇങ്ങനെയായിരിക്കണം നോമ്പും നമ്മുടെ ജീവിതവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم احفظ بلاد المسلمين. اللهم احفظ بلاد المسلمين. اللهم احفظ بلاد المسلمين. اللهم احفظ أمراءهم. اللهم احفظ عامتهم. اللهم دمر أعداءهم. اللهم فرق شملهم. اللهم شتت شملهم. اللهم فرق بينهم. اللهم أعز الإسلام والمسلمين في كل مكان وأذل الشرك والمشركين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.